മോഹൻലാൽ മുഖ്യമന്ത്രി അഭിമുഖമാണല്ലോ സോഷ്യൽ മീഡിയയിലടക്കം ഇന്നും സജീവ ചർച്ചയായിരിക്കുന്ന വിഷയം. അഭിമുഖം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള PR ഗിമ്മിക്കാണെന്ന് ഒരു വിഭാഗം ആരോപണം ഉന്നയിക്കുന്നതും നമ്മൾ കണ്ടു. അഭിമുഖം മുഖ്യമന്ത്രിയുടെ ഇമേജ് ഉയർത്തിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ചന്തു നാട്ടുകാരോട് ചോദിച്ചറിഞ്ഞത് നമുക്ക് കാണാം. മോഹൻലാലും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അഭിമുഖം ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ്. മുഖ്യമന്ത്രിയുടെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതാണോ ഈ അഭിമുഖം? തിരുവനന്തപുരത്തെ ജനങ്ങൾ പറയും. മോഹൻലാലിനെ വെച്ച് എന്ത് ചെയ്യാം? മോഹൻലാൽ വിചാരിച്ചാൽ വേറെ വല്ലതും ഇടത് പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്നു. ഇത് നശിച്ചു പോകുന്ന അവസാന നിമിഷങ്ങളാണിത്. അപ്പോൾ ഒരു പിടിവള്ളി എന്നുള്ള നിലയിൽ മോഹൻലാലിനെയും ഒന്ന് ചേർത്ത് പിടിക്കാവുന്നതാണ്. അങ്ങനെയൊന്നും ജനങ്ങൾ വോട്ട് ചെയ്യില്ല. ഇലക്ഷൻ വരുമ്പോൾ അറിയാം. നല്ല ഇന്റർവ്യൂ ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഒരു നല്ല രീതിയിലുള്ള ഇടപെടലായിരുന്നു പുള്ളിയുടെ. ഒരിക്കലും അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് കാണേണ്ട ആവശ്യമില്ല. അതിൽ എനിക്കതിന് തോന്നിയിട്ടുമില്ല. അദ്ദേഹം മോഹൻലാൽ ഞാൻ അറിയാലോ, ഓൾ റെക്കോർഡിൽ നല്ലൊരു നടനാണ്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ. മുഖ്യമന്ത്രി നമ്മളെന്ത് കുറ്റം പറയാനുള്ള? കുഴപ്പമില്ല. പഴയ കാലത്ത് ഉമ്മൻചാണ്ടിയായിട്ടും അയാൾ മോഹൻലാൽ നടത്തിയിട്ടുണ്ടല്ലോ. അതേപോലത്തെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളൊരു ഇന്റർവ്യൂ ആയിട്ട് തോന്നി. ഇനിയൊരു 5 വർഷത്തിന് മുന്നോട്ടാണ് ആ ക്വസ്റ്റ്യൻ്റെ നിലവാരം. നല്ല നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറഞ്ഞതൊരു 15 വർഷമെങ്കിലും ഭരിക്കും എന്നുള്ളൊരിതിൽ. കാരണം നല്ല ഐഡിയസ് ഉണ്ട്. പക്ഷേ അണികളും മറ്റു പ്രവർത്തകരുടെയും പോരായ്മ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ചില മേഖലകളിലെല്ലാം പരാജയം സംഭവിച്ചു. ചിലരിൽ വളരെ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇമേജ് ഞാൻ ഷോർട്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. മുഴുവനായിട്ടൊരു ഇന്റർവ്യൂ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഷോർട്സ് കണ്ടപ്പം കുഴപ്പമില്ലാന്ന് തോന്നി. കണ്ടതിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് പഴയ കാര്യങ്ങളല്ലേ പറഞ്ഞത്. മോഹൻലാലും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അഭിമുഖത്തെക്കുറിച്ച് സമ്മിശ്ര അഭിപ്രായമാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ രേഖപ്പെടുത്തിയത്. ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം ചന്തു ചന്ദ്രശേഖർ, ന്യൂസ് മലയാളം.